മുന്നേറ്റത്തിന് കാലോചിതമായി നേതൃത്വം നൽകി വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമുദായം ലോകത്തെ മനുഷ്യരും അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും സമുദായത്തെ ബോധവൽക്കരിക്കുന്ന പാരമ്പര്യമാണ് ഉള്ളത്. ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും മുസ്ലിം സമുദായം അടക്കമുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആദർശ ക്യാമ്പയിന്റെ പ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് സർവാദരണീയരായ നേതാക്കൾ വിശിഷ്യ മുസ്ലിം ഭാരതത്തിന്റെ അഭിമാന ശബ്ദമാകുന്ന കാന്തപുരം ഉസ്താദിന്റെ പ്രഭാഷണത്തിലൂടെ ധാരാളം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അവസരോചിതമായി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തോടൊപ്പം നിൽക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ ഉജ്ജ്വലമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്ത് മനുഷ്യരുടെ ആത്മീയമായ പുണ്യമനത്തിന് വേണ്ടി നിലകൊള്ളുന്ന വിശുദ്ധ ഇസ്ലാം ഏത് കാലത്തും തീർച്ചയായും വെല്ലുവിളികൾ നേരിട്ട് മുന്നോട്ട് വളർന്നു വന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. സഹോദരന്മാരെ, ആ പ്രസ്ഥാനത്തിന്റെ ഏത് തലമുറയിൽ ജീവിച്ച പണ്ഡിതന്മാരും നേതാക്കളും പ്രവർത്തകന്മാരും പ്രബോധകന്മാരും എല്ലാ കാലത്തും വൈവിധ്യങ്ങളായ വെല്ലുവിളികൾ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യവും ചരിത്രവും നേരത്തെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. സമുദായം ആത്മീയമായും ആദർശപരമായും വിദ്യാഭ്യാസ രംഗത്തും സർവമാന മേഖലകളിലും പ്രതിസന്ധികൾ നേരിട്ട കാലത്ത് മുഴുവനും സമുദായത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈ സമുദായത്തെ ഏത് കാലത്തും നെട്ടലോടുകൂടെ നെച്ചുറപ്പോടെ ഈ രാജ്യത്ത് ഒരു പൗരനായി ജീവിക്കുവാനുള്ള ആവേശവും കരുത്തും പകർന്നുകൊടുത്ത പാരമ്പര്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യം. നമുക്കറിയാം, കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിളർപ്പിന് ശേഷമുള്ള സാഹചര്യവും അതിന് തൊട്ടു മുമ്പുള്ള കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാന ജാഗരണ മുന്നേറ്റങ്ങൾക്ക് വളരെ ധീരമായ ആവേശകരമായ വേഗതയുണ്ടാക്കുന്ന രൂപത്തിൽ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന മഹാനായ കാന്തപുരം ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഉസ്താദ് ഈ സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വന്ന കാലം മുതൽ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മുന്നേറ്റം എന്താണെന്ന് ആരോടും വിവരിക്കേണ്ടതില്ല. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെയും സുൽത്താനുൽ ഉലമയുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 10 പതിറ്റാണ്ട് കാലങ്ങൾക്കിടയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഉസ്താദ് തന്നെ നേരത്തെ വിവരിക്കുകയുണ്ടായി. ഉസ്താദ് വിവരിക്കാതെ തന്നെ ഒരു തുറന്ന പുസ്തകം പോലെ ഇന്ത്യ രാജ്യത്തും ലോകത്തും ജീവിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതർക്കും സാധിക്കാത്ത എക്കാലവും മാതൃകയാക്കാവുന്ന ഒരു സമുദായത്തിന് വേണ്ടത് മുഴുവനും തന്റെ ജീവിതവും സമയവും ബുദ്ധിയും അറിവും പാരമ്പര്യവും വിശുദ്ധിയും സമർപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന് നേടിക്കൊടുത്ത് നേതൃത്വം നൽകുന്ന നേതാവാണ് മഹാനായ കാന്തപുരം ഉസ്താദ്. ആ ഉസ്താദ് നയിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ കീഴ്ഘടകമാകുന്ന സുന്നി യുവജന സംഘവും SSF-ഉം SMA-യും ജംഇയ്യത്തുൽ മുഅല്ലിമീനും. സഹോദരന്മാരെ, കൂടുതലൊന്നും സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദർശ പ്രസ്ഥാനം കഴിഞ്ഞ കാലത്ത് നേരിട്ടതിനേക്കാളും വലിയതല്ല, വലിയ ത്യാഗവും പ്രതിസന്ധിയുമല്ല നമുക്ക് നേരിടാനുള്ളത് എന്ന് ഉത്തമ വിശ്വാസമുള്ളവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ. ഈ നേതൃത്വം നേരിട്ട വെല്ലുവിളികളുടെ കടുത്ത തീക്ഷ്ണമായ ഒരു സാഹചര്യം കഴിഞ്ഞുപോയി. അതെന്തായിരുന്നു? പിളർപ്പിന്റെ ആദ്യഘട്ടമായിരുന്നു. എന്തായിരുന്നു ആ തീക്ഷ്ണമായ സാഹചര്യം? സഹോദരന്മാരെ, ഉസ്താദിന്റെ വ്യക്തിത്വത്തെയും ഉസ്താദ് നേതൃത്വം നൽകുന്ന സംഘടനയുടെ മുന്നേറ്റത്തെയും തടയിടാൻ ശ്രമിക്കുന്നവർക്ക് നേതൃത്വം നൽകിയിരുന്നത് അന്ന് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെന്ന ആ മഹാപണ്ഡിതന് ശേഷം അദ്ദേഹത്തിന്റെ 1000 അയലത്തെത്തുന്ന ആരും അപ്പുറത്തില്ല എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ശംസുൽ ഉലമയുടെ കാലത്ത്
മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റക്കാര്യം കൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു സഹോദരന്മാരെ. അതിലേറെ ഈ പ്രസ്ഥാനത്തിന്റെ അന്തസത്തയെയും അടിത്തറയെയും മാന്താൻ പറ്റുമെന്ന് ഞങ്ങളുടെ കയ്യിൽ ചില ആയുധം കിട്ടിയിട്ടുണ്ട് എന്ന് വ്യാമോഹത്തോടെ സ്വപ്ന ലോകത്തേക്ക് കടന്നു വന്ന ചില സാഹചര്യങ്ങളുണ്ടായി. ധാരാളം ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. കുവൈറ്റിൽ നിന്ന് കേരളത്തിൽ കൊണ്ടുപോയ പൊട്ടിച്ച ബോംബ് അതൊരു ഓലപ്പടക്കം പോലെ പൂച്ചിപ്പോയ ചരിത്രമില്ലേ സഹോദരന്മാരെ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ അതിലേറ്റവും വലിയ പ്രതിസന്ധിയായി അവര് മനസ്സിലാക്കുകയോ പൊതുജനം മനസ്സിലാക്കുകയോ ചെയ്ത സാഹചര്യമാണ് നേരത്തെ ആദരണീയനായ ഉസ്താദും മുൻമണ ഉസ്താദും ഒക്കെ വിശദീകരിച്ച അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറെ മുബാറക്കുമായി ബന്ധപ്പെട്ട അപവാദ പ്രചാരണങ്ങൾ. ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ശഅറെ മുബാറക്ക് വിവാദം ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്കിടയിൽ സമൂഹത്തിനിടയിലേക്ക് വലിച്ചെടുത്തതിന്റെ പിന്നിൽ വളരെ ഹിതനായ അജണ്ടയുണ്ടായിരുന്നു, ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കാരണം എന്താണ്? കഴിഞ്ഞ കാലത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ, ആത്മീയ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളയിടത്ത് മുഴുവനും ആരാധനാലയങ്ങൾ പടുത്തുയർത്തി. ഈ കോഴിക്കോട് നഗരം അത് അഹ്ലുസുന്നയുടെ ചരിത്രഭൂമിയാണ്. പൂർവികരായ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും സാദാത്തുക്കളുടെയും ചരിത്രമന്നാണ്. ഈ കോഴിക്കോട് നഗരത്തിൽ പൂർവികരായ നമ്മുടെ നേരെ മുന്നിൽ കാണുന്നതും പാളയത്തെ മുഹിയദ്ദീൻ പള്ളി അടക്കം പേര് സൂചിപ്പിക്കുന്നത് പോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ വിശ്വാസങ്ങൾക്ക് വേണ്ടി പടുത്തുയർത്തപ്പെട്ട പള്ളികളാണ്. 20-ലേറെ പള്ളി ഈ നഗരമധ്യേ നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ 30-ലേറെ പള്ളികള് കോഴിക്കോട് നഗരത്തിൽ ഉണ്ടാക്കുവാൻ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട്. സാധിച്ച ആ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതിന് പകരം അതുപോലെ ആയിരക്കണക്കിന് പള്ളികളാണ് ഇന്ത്യയിലൊട്ടുക്കും ഉസ്താദ് നിർമ്മിച്ചു കഴിഞ്ഞത്. അല്ലാഹു സമ്മതിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഈ പറയുന്ന എതിരാളികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പള്ളി ഉണ്ടാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ മഹാനായ ഉസ്താദ് വരേണ്ടി വന്നത് നമ്മളാരും മറന്നുപോകണ്ട. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഉസ്താദ് പള്ളികൾ മാത്രമല്ല ഉണ്ടാക്കിയത്. കാശ്മീരിലെയും പശ്ചിമ ബംഗാളിലെയും ആസാമിലെയും ഗുജറാത്തിലെയും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് പറയപ്പെടുന്ന ലോകം വീക്ഷിക്കുന്ന യുദ്ധങ്ങളിലൊക്കെ സ്നേഹത്തിന്റെ, മാനവികതയുടെ, സൗഹൃദത്തിന്റെ, ആത്മീയതയുടെ, തസവ്വുഫിന്റെ, അഹ്ലുസുന്നയുടെ ആദർശത്തിന്റെ പിൻബലവും പാരമ്പര്യവുമായി കടന്നു ചെന്നുകൊണ്ട് ഈ സമുദായത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന, അതിന് നേതൃത്വം നൽകുന്ന ഉസ്താദിന്റെ നന്മയെ പുകഴ്ത്താത്തവരാരുമില്ല. അതൊരു സത്യമാണ്. സഹോദരന്മാരെ, ഉസ്താദ് ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ഒരു കയ്യടി കൊടുക്കാൻ